നമസ്കാരം. BBC പ്രാദേശിക വാർത്തകൾ ആരംഭിക്കുന്നു. പ്രധാന വാർത്തകളിലേക്ക്. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ സമ്മേളനം നടത്തി. തൊടുപുഴ റിവർവ്യൂ ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് അബൂബക്കർ സിദ്ദിഖ് ഉദ്ഘാടനം നിർവഹിച്ചു. ഓട്ടോറിക്ഷയിൽ മീറ്റർ ഘടിപ്പിക്കുന്നതിനായി സർക്കാർ ഫീസിന് പുറമെ അധിക തുക ഈടാക്കുന്നതിനെ ചൊല്ലി ലീഗൽ മെട്രോളജി വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ പ്രതിഷേധം. 2 മണിക്കൂറിനിടെ 7000 രൂപയാണ് ഇത്തരത്തിൽ സർക്കാർ ഫീസിന് പുറമെ പിരിച്ചെടുക്കുന്നത്. കപ്പ ചക്ക എന്നാണ് പേരെങ്കിലും സംഗതി കളറാണ്. സ്വാദിഷ്ടമായ വിവിധതരം ഭക്ഷണങ്ങളുടെ കലവറയാണ് ഇവിടം. തൊടുപുഴ കാർഡ്സ് വില്ലേജ് സ്ക്വയറിലെ കപ്പ ചക്ക നാടൻ ഭക്ഷണശാലയെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ഇളംദേശം ബ്ലോക്ക് പഞ്ചായത്ത് 2024-25 സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റ് വൈസ് പ്രസിഡന്റ് ജിജി സുരേന്ദ്രൻ അവതരിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടോമി തോമസ് കാവാലം അധ്യക്ഷത വഹിച്ചു. കേരള പോലീസിലെ സൈബർ ഡിവിഷൻ രൂപീകരണത്തോടെ സൈബർ കുറ്റാന്വേഷണ രംഗത്ത് സംസ്ഥാനം പുതിയൊരു കാൽവെപ്പാണ് നടത്തുന്നതെന്നും ഇത് അഭിമാനകരമാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. വാർത്തകൾ വിശദമായി. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ സമ്മേളനം നടത്തി. തൊടുപുഴ റിവർവ്യൂ ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് അബൂബക്കർ സിദ്ദിഖ് ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ പ്രസിഡന്റ് സനീഷ് മാനുവൽ അധ്യക്ഷത വഹിച്ചു. പൊതുയോഗത്തിന് ശേഷം പുതിയ ഭാരവാഹികളെയും തിരഞ്ഞെടുത്തു. COAയുടെ നേതൃത്വത്തിൽ മാർച്ച് 1, 2, 3 ദിവസങ്ങളിലായി കോഴിക്കോട് വെച്ച് നടത്തുന്ന സംസ്ഥാന സമ്മേളനത്തിനു മുന്നോടിയായി സംഘടിപ്പിച്ച 6 മേഖലാ സമ്മേളനങ്ങൾക്ക് പരിസമാപ്തി കുറിച്ചുകൊണ്ടാണ് ജില്ലാ യോഗം ചേർന്നത്. ഇതോടൊപ്പം പുതിയ ഭാരവാഹികളെയും തിരഞ്ഞെടുത്തു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നതിന് വേണ്ടി സംഘടിപ്പിച്ച സമ്മേളനം തൊടുപുഴ റിവർവ്യൂ ഓഡിറ്റോറിയത്തിൽ വെച്ച് സംസ്ഥാന പ്രസിഡന്റ് അബൂബക്കർ സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്തു. 32 വർഷമായി കേബിൾ TV രംഗം ആരംഭിച്ചിട്ട് കേരളത്തിൽ. ആ ഘട്ടം മുതൽ അല്ലെങ്കിൽ പിന്നീട് ഒരു 10-20 കൊല്ലം മുമ്പ് കേബിൾ TV രംഗത്തേക്ക് വന്നവരാണ് ഞാനും നിങ്ങളും എല്ലാവരും. വളരെ കഷ്ടപ്പെട്ട് ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിച്ചാണ് ഈ മേഖലക്കകത്ത് പ്രവർത്തിക്കാൻ നമ്മൾ കഴിഞ്ഞിട്ടുള്ളത്. മരത്തിന്മേലും അല്ലെങ്കിൽ KSEB പോസ്റ്റുമേൽ കേബിൾ കെട്ടാൻ അനുമതിയില്ലാത്ത കാലത്ത് മുളകൾ നാട്ടി, മരക്കൊമ്പുകൾ നാട്ടി, RF കേബിളുകൾ വലിച്ചു കൊണ്ടുപോയി വീടുകളിൽ ചോദിച്ച് കേബിൾ കണക്ഷൻ എടുക്കുമെന്ന് ചോദിക്കുമ്പോൾ അപൂർവങ്ങളിൽ ആളുകൾ കേബിൾ കണക്ഷൻ എടുത്ത് അങ്ങനെ ഒരു സ്വയം തൊഴിലായി, ഒരു ചെറിയ ബിസിനസ്സായി, ഘട്ടം ഘട്ടമായി ഒരുപാട് ത്യാഗോജനമായ പ്രവർത്തനങ്ങൾ നടത്തിയാണ് ഇന്നത്തെ നിലയിലേക്ക് കേബിൾ TV രംഗത്തെ നമ്മൾ മാറ്റിയെടുത്തത്. തുടർന്നുള്ള പ്രവർത്തനങ്ങളിൽ കേബിളുകളിൽ വന്ന മാറ്റം, ആംപ്ലിഫയറിൽ നിന്ന് പോയി ഇന്ന് അതിൻ്റെ ട്രാൻസ്മിറ്ററും EDF-യും ഒക്കെ ആയി മാറിയ മാറ്റം, ഓരോ വർഷവും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കേബിൾ TV ഓപ്പറേറ്റർ അസോസിയേഷൻ്റെ പ്രവർത്തനം തുടങ്ങുമ്പോൾ നമ്മൾ ഓപ്പറേറ്റർമാരെ അതിർത്തികൾക്കുള്ള തർക്കങ്ങളിൽ ഇടപെട്ടാണ് തുടങ്ങിയത്. പിന്നീടാണ് കേബിൾ TV ഓപ്പറേറ്റർ അസോസിയേഷനും ഈ കൂട്ടായ്മയിലും ഈ ചെറുകിട ഓപ്പറേറ്റർമാർക്കും താങ്കളുടെ കേബിൾ TV ശൃംഖല വികസിപ്പിച്ചെടുക്കുന്നതെങ്കിൽ KSEB പോസ്റ്റിലൂടെ കേബിൾ വലിക്കണമെന്ന അറിവുണ്ടാവുകയും അതിനുവേണ്ടിയുള്ള പോരാട്ടം തുടരുകയും ചെയ്തു. ജില്ലാ പ്രസിഡന്റ് സനീഷ് മാനുവൽ അധ്യക്ഷത വഹിച്ചു. തൊടുപുഴ മേഖലാ പ്രസിഡന്റ് ബിജു സ്റ്റീഫൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി നിസാർ കോയാപ്പറമ്പിൽ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ സെക്രട്ടറി ഷാജി C. ജോസഫ് പ്രവർത്തന റിപ്പോർട്ടും, ട്രഷറർ റോബി ജോസഫ് സാമ്പത്തിക റിപ്പോർട്ടും, ഓഡിറ്റ് കമ്മിറ്റി അംഗം ജോണി തോമസ് ഇന്റേണൽ ഓഡിറ്റ് റിപ്പോർട്ടും, സംസ്ഥാന ട്രഷറർ PSCB സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. പൊതുയോഗത്തിന് ശേഷം പുതിയ ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു. തുടർന്ന് പൊതുചർച്ച നടത്തി. ആശംസകൾ നേർന്നുകൊണ്ട് COA സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവും KCCL മാനേജിംഗ് ഡയറക്ടറുമായ PP സുരേഷ് കുമാർ, COA സംസ്ഥാന കമ്മിറ്റി അംഗം അഗസ്റ്റിൻ K. ഡാനിയൽ, ജില്ലാ കമ്മിറ്റി അംഗം ജിമ്മി ടോം എന്നിവർ സംസാരിച്ചു. അതിനുശേഷം ഭാരവാഹി തിരഞ്ഞെടുപ്പും നടന്നു. മേഖലാ സെക്രട്ടറി ബിജോയ് S. സ്വാഗതവും നിയുക്ത സെക്രട്ടറി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഓട്ടോറിക്ഷയിൽ മീറ്റർ ഘടിപ്പിക്കുന്നതിനായി സർക്കാർ ഫീസിന് പുറമെ അധിക തുക ഈടാക്കുന്നതിനെ ചൊല്ലി ലീഗൽ മെട്രോളജി വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ പ്രതിഷേധം. ഓട്ടോറിക്ഷ തൊഴിലാളികളും പൊതുജനങ്ങളും പ്രതിഷേധിച്ചതോടെ മീറ്റർ ഘടിപ്പിക്കൽ ഏറെ സമയം വൈകി. 2 മണിക്കൂറിനിടെ 7000 രൂപയാണ് ഇത്തരത്തിൽ സർക്കാർ ഫീസിന് പുറമെ പിരിച്ചെടുക്കുന്നത്. ഓട്ടോറിക്ഷയിൽ മീറ്റർ ഘടിപ്പിക്കുന്നതിന് സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന ഫീസ് 170 രൂപയാണ്.
ഇതിനു പുറമെയാണ് രേഖകൾ നൽകാതെ ഒരു ഓട്ടോറിക്ഷയ്ക്ക് 70 രൂപ വീതം ഉദ്യോഗസ്ഥർ പിരിച്ചെടുക്കുന്നത്. 100 ഓട്ടോറിക്ഷയിൽ നിന്നായി ഇത്തരത്തിൽ പ്രതിദിനം 7000 രൂപ പിരിച്ചെടുക്കുന്നുണ്ട്. ഈ നടപടിയെ ചോദ്യം ചെയ്തത് ബഹളത്തിനിടയാക്കി. ഇത് അനധികൃത പിരിവാണെന്ന് പ്രതിഷേധവുമായി എത്തിയവർ പറഞ്ഞു. അല്ല, താങ്കൾ ഇപ്പൊ ഇത്രയും വർത്താനം പറഞ്ഞു. താങ്കൾ ഒരു ലൈസൻസ് അല്ല. ഞാൻ ലൈസൻസ് അല്ല, ഞാൻ ഒരു പബ്ലിക് ഞാൻ നിങ്ങൾ വന്നപ്പോ ഞാൻ നിങ്ങളോട് നിയമം പറഞ്ഞില്ലേ? ഞാനൊരു 6 മാസം തർക്കം രൂക്ഷമായപ്പോൾ ഇത്തരത്തിൽ 70 രൂപ വീതം പിരിക്കാൻ സർക്കാർ ഉത്തരവുണ്ടെന്നാണ് ലീഗൽ മെട്രോളജി അധികൃതർ പ്രതിഷേധക്കാരോട് പറഞ്ഞത്. മീറ്റർ ഘടിപ്പിക്കുന്ന ഏജന്റുമാർ 10 സെന്റിമീറ്റർ വീതം നീളമുള്ള നൂൽക്കമ്പി എത്തിച്ച് ഇതുപയോഗിച്ചാണ് മീറ്റർ ഓട്ടോയിൽ ഘടിപ്പിക്കുന്നത്. ഈ നൂൽക്കമ്പിക്കുള്ള ചിലവ് എന്ന രീതിയിലാണ് 70 രൂപ ഈടാക്കുന്നത്. മറ്റ് പല ജില്ലകളിലും സ്വന്തം നിലയിൽ മീറ്റർ ഘടിപ്പിച്ച ശേഷമാണ് പരിശോധനാ ദിവസം ഡ്രൈവർമാർ ഓട്ടോറിക്ഷ എത്തിക്കുന്നതെന്നും പ്രതിഷേധക്കാർ ചൂണ്ടിക്കാട്ടി. അപ്പൊ നിങ്ങൾ കൂടുതൽ പൈസ വാങ്ങിക്കുന്നുണ്ട്, അതുകൊണ്ടാണല്ലോ നിങ്ങൾ കെട്ടാത്തത്. അല്ലെങ്കിൽ നിങ്ങൾ കെട്ടിക്കോ, നിങ്ങൾ ഞങ്ങൾ പൈസ തരാൻ തയ്യാറാ. പിന്നെ അന്ന് കെട്ട പിന്നെ എന്താ താമസം? ഈ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് സ്വന്തമായിട്ട് ഈ ഓട്ടോറിക്ഷയുടെ നാളുകൾ പോകാനൊക്കെ സ്വന്തമായിട്ട് കൊണ്ടുവന്ന ആർക്കും സ്വന്തമായി ഈ കമ്പി കെട്ടി ഇവർക്ക് ഇവിടെ കൊണ്ടുവന്ന് ഉത്തരയില്ല. ഈ കാലാകാലങ്ങളിൽ വന്ന ഉദ്യോഗസ്ഥന്മാർ ഒന്നും ഈ കാര്യങ്ങളൊന്നും ഓട്ടോറിക്ഷക്കാർ പറയുന്നില്ല. അവർ 70 രൂപ കൊടുക്കാൻ പറയുന്നു, 70 രൂപ മേടിക്കുന്നു. ഇവർ പറഞ്ഞ ഇവർക്കൊരു സർക്കുലർ ഉണ്ട് എന്നാണ്. സർക്കുലർ ഈ സർക്കുലർ പറഞ്ഞിട്ടുണ്ട് ആളുകൾക്ക് ഉപകരണങ്ങൾ കറക്റ്റാണെങ്കിൽ ഇവർക്ക് അത് നേരാമണം പതിച്ചു കൊടുക്കണം. റിപ്പയർ ആവശ്യമുള്ളത് മാത്രമേ റിപ്പയർമാരെ കൊണ്ട് ചെയ്യിക്കാവുന്ന ഒരു ബോർഡുണ്ട്. ഈ ബോർഡ് പോലും ഇവിടെ പ്രദർശിപ്പിച്ചു വെച്ചിട്ടില്ല. ഇവർ പറയുന്നത് ഇവരെന്താ അടിച്ചേൽപ്പിക്കുകയാണ്. പിന്നെ പൊതുജനം കഴുത എന്ന രീതിയിൽ ഓരോ കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കുന്നു. ഇത് നിർത്തലാക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നു. ഇത് സർക്കുലർ മാത്രമാണ് ഇവർ പ്രാധാന്യം കൊടുക്കുന്നത്. 70 രൂപ മേടിക്കണം. ചെറിയൊരു കമ്പനി കൊണ്ട് 70 രൂപ വാങ്ങുന്നവർ അത് അവസാനിപ്പിക്കണമെന്നാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. ദൂരസ്ഥലങ്ങളിൽ നിന്നും ഓട്ടം പോലും ഉപേക്ഷിച്ചാണ് തങ്ങൾ ഇവിടെ വന്നതെന്നും എന്നിട്ടും അനധികൃതമായി പണം ഈടാക്കുന്നത് ശരിയല്ലെന്നും ഓട്ടോറിക്ഷകളുമായി എത്തിയവർ പറഞ്ഞു. തൊടുപുഴ താലൂക്ക് തല മീറ്റർ ഘടിപ്പിക്കൽ ക്യാമ്പ് നടക്കുന്നത് ഇറക്കുംപുഴ പാലത്തിന് സമീപം വെച്ചാണ്. മാസത്തിൽ 2 ദിവസം രാവിലെ 10 മുതൽ 12 വരെയാണ് സമയം. ഒരു ദിവസം 100 ഓട്ടോറിക്ഷയിലാണ് മീറ്റർ ഘടിപ്പിക്കുക. ഓരോ വാഹനത്തിനും സമീപം എത്തി രേഖകൾ പരിശോധിക്കണമെന്നാണ് നിയമം. എന്നാൽ ലീഗൽ മെട്രോളജി വകുപ്പിന്റെ താലൂക്ക് ഓഫീസറും അസിസ്റ്റന്റും ഉൾപ്പെടെയുള്ളവർ റോഡരികിലെ കടത്തണിയിൽ നിരത്തിയ കസേരകളിൽ ഇരിക്കും. ഡ്രൈവർമാർ രേഖകളും പണവുമായി ഇവിടേക്ക് എത്തണമെന്നാണ് കാലങ്ങളായി തൊടുപുഴയിലെ ലീഗൽ മെട്രോളജിക്കാർ ഏർപ്പെടുത്തിയിരിക്കുന്ന അലിഖിത നിയമം. അനധികൃത പണപ്പിരിവിനും ഉദ്യോഗസ്ഥരുടെ ധാർഷ്ട്യത്തിനുമെതിരെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകുമെന്ന് പ്രതിഷേധവുമായി എത്തിയവർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കപ്പച്ചക്ക എന്നാണ് പേരെങ്കിലും സംഗതി കളറാണ്. സ്വാദിഷ്ടമായ വിവിധതരം ഭക്ഷണങ്ങളുടെ കലവറയാണ് ഇവിടം. തൊടുപുഴ കാർഡ്സ് വില്ലേജ് സ്ക്വയറിലെ കപ്പച്ചക്ക നാടൻ ഭക്ഷണശാലയെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. അരുൺ അരിക്കുഴ തയ്യാറാക്കിയ റിപ്പോർട്ട്. തൊടുപുഴ കാർഡ്സ് വില്ലേജ് സ്ക്വയറിലെ കപ്പ-ചക്ക നാടൻ ഭക്ഷണശാലയിൽ സ്വാദിഷ്ടമായ വിവിധതരം ഭക്ഷണങ്ങളുടെ കലവറയാണ് ഒരുക്കിയിരിക്കുന്നത്. കപ്പ, മീൻകറി തുടങ്ങിയ എല്ലാവിധ വിഭവങ്ങളും ചക്കയുടെ വിവിധതരം വിഭവങ്ങളും ഉച്ചയൂണിന് പച്ചക്കറിയും നോൺ വെജും ഉൾപ്പെടെ നിരവധി കറികളും ഇവിടെ ലഭിക്കും. അതും സാധാരണക്കാർക്ക് താങ്ങാവുന്ന വിലയിലും മെച്ചപ്പെട്ട രുചിയിലും. നിരവധി ആളുകളാണ് ഇവിടെ എത്തുന്നത്. പുറത്തെ മനോഹരമായ കാഴ്ചകൾ ആസ്വദിച്ച് ഭക്ഷണം കഴിക്കാവുന്ന രീതിയിലാണ് കപ്പ-ചക്ക നാടൻ ഭക്ഷണശാല. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. മുട്ടം സെന്റ് സെബാസ്റ്റ്യൻസ് സിബിഗിരി ദേവാലയത്തിൽ തിരുനാളും ശതാബ്ദി സമാപന ആഘോഷവും 8 മുതൽ 11 വരെ നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ശതാബ്ദി സമാപന ആഘോഷം 11-ന് ഇടുക്കി MP ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്യും. പാലാ രൂപത മെത്രാൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട് അധ്യക്ഷത വഹിക്കും. തൊടുപുഴ MLA PJ ജോസഫ് ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുക്കും. സെന്റ് സെബാസ്റ്റ്യൻ സിബിഗിരി ദേവാലയത്തിൽ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാളും ശതാബ്ദി സമാപനാഘോഷവും 8 മുതൽ 11 വരെ ആഘോഷപൂർവ്വം സംഘടിപ്പിക്കും. സമാപന സമ്മേളന ഉദ്ഘാടനം 11-ന് വൈകിട്ട് 6-ന് ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് നിർവഹിക്കും. പാലാ രൂപത മെത്രാൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട് അധ്യക്ഷത വഹിക്കും. തൊടുപുഴ MLA PJ ജോസഫ്, മുട്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷേർലി അഗസ്റ്റിൻ, ഗ്രാമപഞ്ചായത്ത് മെമ്പർ ബിജോയ് ജോൺ, മുട്ടം സിബിഗിരി വികാരി റവറൻ ഫാദർ ജോൺ പാളിത്തോട്ടം, തുടങ്ങനാട് സെന്റ് തോമസ് ഫൊറോന വികാരി റവറൻ ഫാദർ ജോൺസൺ പുള്ളീറ്റ്, കൊതനല്ലൂർ ഫൊറോന വികാരി റവറൻ ഫാദർ സെബാസ്റ്റ്യൻ പടിക്കുകുഴുപ്പിൽ, പാലാ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ മറീന ഞാറക്കാട്ടിൽ SABS, ഊരക്കുന്ന് സെന്റ് മേരീസ് ചർച്ച് വികാരി റവറൻ ഫാദർ ജോസ് മാമ്പുടയ്ക്കൽ, പാലാ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ ലിസ്ബത്ത് കടൂക്കുന്നേൽ SH, ജിമ്മി മ്ലാക്കുഴി എന്നിവർ പങ്കെടുക്കും. ഫെബ്രുവരി 8-ാം തീയതി രാവിലെ 6 മണിക്ക് പാലാ രൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസഫ് തടത്തിൽ
ശതാബ്ദി സമാപന തിരുനാളിൻ്റെ കൊടി ഉയർത്തുന്നതും വിശുദ്ധ കുർബാന അർപ്പിച്ച് ഇടവജനത്തെ മുഴുവനും വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ മധ്യസ്ഥത്തിന് സമർപ്പിക്കുന്നതുമാണ്. തുടർന്ന് ശതാബ്ദി സ്മാരക കമാനത്തിൻ്റെ വെഞ്ചരിപ്പ് കർമ്മം നടത്തുന്നതാണ്. അതോടൊപ്പം ഇടവകയിലെ എല്ലാ ഭവനങ്ങളിലെയും വിശുദ്ധ സെബസ്ത്യാനോസിന് സമർപ്പിച്ചുകൊണ്ട് ഓരോ ഭവനങ്ങളിലേക്കുമുള്ള കഴുന്ന് വെഞ്ചരിച്ച് വാർഡ് തലത്തിൽ കൊടുത്തുവിടുകയാണ്. അന്നേ ദിവസം വൈകുന്നേരം വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ടുള്ള രഥയാത്ര ഇടവകയിലെ എല്ലാ ഭാഗത്തിലൂടെയും കടന്നു പോവുകയും വിശ്വാസികൾ ആ രഥയാത്രയെ ഏറ്റെടുത്തുകൊണ്ട് ഹൃദയത്തിൽ വിശുദ്ധ സെബസ്ത്യാനോസിനെ സ്വീകരിച്ച് നാനാജാതി മതസ്ഥര് എല്ലാവരും ഈ പ്രഘോഷണ യാത്രയിൽ ഭാഗവാക്കാകുന്നു എന്നതിൽ സന്തോഷമുണ്ട്. 9-ാം തീയതി ഇടവകയുടെ 3 ഭാഗത്തു നിന്നായിട്ട് കഴുന്ന് പ്രദക്ഷിണമായി ഇടവജനം ഒന്നാകെ വൈകുന്നേരം 6:30 ശിവഗിരി കുരിശടിയിൽ എത്തിച്ചേരുകയും തദവസരത്തിൽ ശിവഗിരി പള്ളിയിൽ നിന്ന് വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ രൂപം വഹിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണം കുരിശടിയിൽ ചെന്ന് എല്ലാവരെയും എതിരേറ്റ് തിരികെ പള്ളിയിലെത്തി മരിച്ചുപോയ പൂർവികരെ എല്ലാവരും അനുസ്മരിച്ചുകൊണ്ട് വിശുദ്ധ കുർബാന അർപ്പിച്ച് സെമിത്തേരി സന്ദർശനം നടത്തി മരിച്ചുപോയ പൂർവികർക്ക് വേണ്ടി പ്രത്യേക പ്രാർത്ഥന ശുശ്രൂഷ നിർവഹിക്കുന്നതാണ്. 10-ാം തീയതി രാവിലെ 10 മണിക്ക് സ്നേഹ കൂട്ടായ്മ സ്നേഹ സംഗമം നടത്തപ്പെടുകയാണ്. ഇടവകയെ ശുശ്രൂഷ ചെയ്തിട്ടുള്ള വൈദികര്, സന്യസ്തര്, ഇടവക്കാരായിട്ട് ഉള്ള വിദൂരങ്ങളിൽ ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുന്ന വൈദികരെയും സന്യസ്തരെയും ഇടവകയെ ശുശ്രൂഷ ചെയ്തിട്ടുള്ള വിശ്വാസ പരിശീലകര്, കൈക്കാരന്മാർ, ഈ വർഷം 25-50 വർഷ ജൂബിലി ആഘോഷിക്കുന്ന സമർപ്പിതര്, വിവാഹിതരായിട്ടുള്ള ദമ്പതികൾ, 70 വയസ്സിന്മേൽ പ്രായമുള്ള വയോധികരായിട്ടുള്ളവർ, കഴിഞ്ഞ വർഷം ലോഗോസ് ക്വിസിന് 60 മാർക്കിൽ കൂടുതൽ ലഭിച്ചിട്ടുള്ളവർ, ഈ ഇടവകയിൽ പ്രശസ്തമായ രീതിയിൽ സേവനമനുഷ്ഠിച്ചിട്ടുള്ള മറ്റ് വിശിഷ്ട വ്യക്തികൾ, ഇവരെല്ലാവരെയും ഒന്നിച്ചു ചേർത്ത് ഒരു സ്നേഹ സംഗമം സംഘടിപ്പിച്ചിരിക്കുകയാണ്. തിരുനാൾ പ്രദർശനം ശിവഗിരി പള്ളിയിൽ നിന്നും ടൗൺ പള്ളിയിലേക്ക് എത്തിച്ചേർന്ന് അവിടെ ലതീജ് നടത്തി തുടർന്ന് തിരിച്ച് ശിവഗിരി പള്ളിയിൽ എത്തിച്ചേരുന്നതാണ്. 11-ാം തീയതി ശതാബ്ദിയുടെ സമാപനത്തിൻ്റെ മുഹൂർത്ത ദിനമാണ്. അന്നേ ദിവസം രാവിലെ 8 മണിക്ക് ഈ ഇടവകയിലെ 19 വാർഡുകാർ എഴുതിയുണ്ടാക്കിയ സമ്പൂർണ്ണ ബൈബിൾ, അതോടൊപ്പം തന്നെ ഇടവകയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന 2 ബഹുമാനപ്പെട്ട കോൺഗ്രിഗേഷനിലെ സിസ്റ്റേഴ്സ് എഴുതിയുണ്ടാക്കിയ ബൈബിളും ചേർത്ത് 21 സമ്പൂർണ്ണ ബൈബിൾ, എഴുതപ്പെട്ടിട്ടുള്ള സമ്പൂർണ്ണ ബൈബിൾ വഹിച്ചുകൊണ്ടുള്ള വിശ്വാസ പ്രഘോഷണ റാലി ടൗൺ പള്ളിയിൽ നിന്നും ആരംഭിച്ച് ശിവഗിരി പള്ളിയിലേക്ക് ആഘോഷപൂർവ്വം നടത്തപ്പെടുകയാണ്. വൈകുന്നേരം 3:45 രൂപതാധ്യക്ഷനായ മാർ ജോസഫ് കല്ലറിങ്ങാട്ട് പിതാവിനെ ഇടവ സമൂഹം ഒന്നാകെ സ്നേഹപൂർവ്വം സ്വീകരിച്ച് അഭിയുന്ന പിതാവിൻ്റെ നേതൃത്വത്തിലുള്ള പൊന്തുപിക്കൽ കുർബാനയിൽ പങ്കെടുത്തുകൊണ്ട് ഈ ശതാബ്ദി കഴിഞ്ഞ 100 വർഷക്കാലത്തെ ദൈവത്തിൻ്റെ കൃപയ്ക്ക് അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രകാശിപ്പിക്കുകയും തുടർന്ന് ശതാബ്ദി സ്മാരകമായി നിർമ്മിക്കപ്പെട്ടിട്ടുള്ള സെമിത്തേരീസ് ചാപ്പലിൻ്റെ വെഞ്ചരിപ്പ് കർമ്മവും അതേ തുടർന്ന് ശതാബ്ദി സമാപന സമ്മേളനം നടത്തപ്പെടുകയാണ്. ഏവരെയും ശിവഗിരി ഇടവകയുടെ ശതാബ്ദി സമാപന സമ്മേളനത്തിലേക്കും തിരുനാൾ പ്രോഗ്രാമുകളിലേക്കും
ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ന്യൂസ് ബ്യൂറോ, മുട്ടം. ഇളംദേശം ബ്ലോക്ക് പഞ്ചായത്ത് 2024-25 സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റ് വൈസ് പ്രസിഡന്റ് ജിജി സുരേന്ദ്രൻ അവതരിപ്പിച്ചു. പട്ടികജാതി പട്ടികവർഗ വികസനം, പാലിയേറ്റീവ് പദ്ധതി, ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് തുടങ്ങിയ ജനോപകാരപ്രദമായ നിരവധി പദ്ധതികൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടോമി തോമസ് കാവാലം അധ്യക്ഷത വഹിച്ചു. 34.56 കോടി രൂപ വരവും 34.46 കോടി രൂപ ചെലവും 9.27 ലക്ഷം രൂപ മിച്ചവുമുള്ള ബഡ്ജറ്റാണ് ഇളംദേശം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിജി സുരേന്ദ്രൻ അവതരിപ്പിച്ചത്. ഇളംദേശം ബ്ലോക്ക് പഞ്ചായത്തിന്റെ 24-25 വർഷത്തേക്കുള്ള ബഡ്ജറ്റ് നിങ്ങളുടെ ഏവരുടെയും അനുമതിയോടെ അവതരിപ്പിക്കട്ടെ. അധികാര വികേന്ദ്രീകരണത്തിൽ അടിയുറച്ച് പ്രാദേശിക സർക്കാരുകളുടെ സ്വയം പര്യാപ്തതയിലേക്കുള്ള മുന്നേറ്റത്തിന് അവരുടെ സാമ്പത്തിക ആസൂത്രണം അത്യന്താപേക്ഷിതമാണ് എന്ന തിരിച്ചറിവിൽ നിന്നും ഉരുത്തിരിഞ്ഞതാണ് ഇളംദേശം ബ്ലോക്ക് പഞ്ചായത്തിന്റെ അടുത്ത വർഷത്തേക്കുള്ള ബഡ്ജറ്റ്. അടുത്ത ഒരു വർഷ കാലയളവിലെ പ്രതീക്ഷിത വരവുകളും ചെലവുകളും വിശദമായി പ്രതിപാദിക്കുന്ന കണക്കുകൾ ഇതോടൊപ്പം ഉണ്ട്. നിങ്ങൾ എവരുടെയും വിശദമായ പരിഗണനയ്ക്കും ചർച്ചയ്ക്കും അംഗീകാരത്തിനുമായി ഈ ബഡ്ജറ്റ് സമർപ്പിക്കുന്നു. ഗ്രാമപഞ്ചായത്തുകളുമായി ചേർന്ന് ലൈഫ് PMAY പദ്ധതി, പട്ടികജാതി പട്ടികവർഗ വികസനം, ആരോഗ്യ മേഖലയ്ക്കായി പാലിയേറ്റീവ് പദ്ധതി, ബ്ലോക്ക് FHC സായാഹ്ന OP, ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ സ്കോളർഷിപ്പ്, ക്ഷീര കർഷകർക്ക് ഇൻസെന്റീവും വനിതാ ക്ഷീര കർഷകർക്ക് മിനി ഡയറി ഫാം ആധുനികവൽക്കരണവും, ശുചിത്വ മേഖലയിൽപ്പെടുത്തി സ്കൂളുകളിൽ സാനിറ്റേഷൻ സൗകര്യം വർദ്ധിപ്പിക്കൽ, കുടിവെള്ള പദ്ധതികൾ, അംഗൻവാടികളിൽ പോഷകാഹാര വിതരണം, പശ്ചാത്തല മേഖലയിൽ 1 കോടി രൂപയുടെ പദ്ധതികൾ, വനിതാ സ്വയം സഹായ സംഘങ്ങൾക്ക് ധനസഹായം, തെരുവുനായ നിയന്ത്രണം തുടങ്ങിയ ജനോപകാരപ്രദമായതും വികസനോന്മുഖമായതുമായ പദ്ധതികൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടോമി തോമസ് കാവാലം അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് ആൽബർട്ട് ജോസ്, മാത്യു കെ ജോൺ, ആൻസി സോജൻ, ഡാനിമോൾ വർഗീസ്, മിനി ആന്റണി, ഷൈനി സന്തോഷ്, നൈസി ഡെനിൽ, കോടിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് ബാബു ടി, ആലക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജാൻസി മാത്യു, കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിസാമോൾ ഷാജി എന്നിവർ ബഡ്ജറ്റ് ചർച്ചയിൽ പങ്കെടുത്തു. യോഗത്തിൽ സെക്രട്ടറി അജയ് AJ സ്വാഗതവും ഹെഡ് അക്കൗണ്ടന്റ് അബ്ദുള്ള CA നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഇളംദേശം. 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ ഒരാളെ വണ്ടിപ്പെരിയാർ പോലീസ് അറസ്റ്റ് ചെയ്തു. തങ്കമല സ്വദേശി ജോൺ ഗണേശനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. 2023 ഡിസംബർ 24-നാണ് കേസിനാസ്പദമായ സംഭവമുണ്ടായത്. സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെ: 2023 ഡിസംബർ 24-ാം തീയതി ക്രിസ്മസ് ആഘോഷ പരിപാടികളുടെ ഭാഗമായി വണ്ടിപ്പെരിയാർ തങ്കമലയിലെ ഒരു ദേവാലയത്തിൽ കുട്ടിയും മറ്റു ബന്ധുക്കളും എത്തുകയും പരിപാടി കഴിഞ്ഞതിന് ശേഷം ബന്ധുക്കളും അടുത്തുള്ള വീട്ടുകാരും വീടുകളിലേക്ക് പോവുകയും ചെയ്തു. ഈ സമയത്ത് ഒറ്റയ്ക്കായ പെൺകുട്ടിയെ വീട്ടിൽ കൊണ്ടുവിടാൻ എന്ന വ്യാജേന കൊണ്ടുപോവുകയും വഴിയിൽ വെച്ച് ശാരീരികമായി ഉപദ്രവിക്കാൻ ശ്രമിച്ചുവെന്നുമാണ് കേസ്. സംഭവത്തിനു ശേഷം കുട്ടി കുറച്ചു ദിവസം സ്കൂളിൽ വരാതിരിക്കുകയും ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ കൗൺസിലിംഗിലാണ് സംഭവം പുറത്തുവരുന്നത്. തുടർന്ന് ചൈൽഡ് ലൈനിന്റെ നിർദ്ദേശപ്രകാരം വണ്ടിപ്പെരിയാർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. വണ്ടിപ്പെരിയാർ തങ്കമല എസ്റ്റേറ്റിൽ താമസിക്കുന്ന ജോൺ ഗണേശൻ എന്നയാളെ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. പെൺകുട്ടി പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആളായതുകൊണ്ട് തന്നെ കുട്ടികൾക്കെതിരായ അതിക്രമം, പീഡനം, SC/ST എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പീരുമേട് DYSP വിശാൽ ജോൺസനാണ് അന്വേഷണ ചുമതല. പ്രതിയെ പീരുമേട് കോടതിയിൽ ഹാജരാക്കിയ ശേഷം റിമാൻഡ് ചെയ്തു. വണ്ടിപ്പെരിയാർ സബ് ഇൻസ്പെക്ടർ പ്രദീപ് കുമാർ K, നിയാസ് PM, ജേക്കബ് ജോൺ, സിവിൽ പോലീസ് ഓഫീസർ രഞ്ജിത്ത് ചെറിയാൻ, വനിതാ സിവിൽ പോലീസ് ഓഫീസർ ലിജിത V തോമസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ. കേരള പോലീസിലെ സൈബർ ഡിവിഷന്റെ രൂപീകരണത്തോടെ സൈബർ കുറ്റാന്വേഷണ രംഗത്ത് സംസ്ഥാനം പുതിയൊരു കാൽവെപ്പാണ് നടത്തുന്നതെന്നും ഇത് അഭിമാനകരമാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരള പോലീസിലെ സൈബർ ഡിവിഷന്റെയും ഇടുക്കി K9 സ്ക്വാഡ് ആസ്ഥാന മന്ദിരമടക്കമുള്ള അനുബന്ധ സംവിധാനങ്ങളുടെയും ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ആധുനിക സാങ്കേതികവിദ്യയുടെ കണ്ണഞ്ചിപ്പിക്കുന്ന വേഗതയിലുള്ള വളർച്ചയ്ക്കൊപ്പം സൈബർ ലോകത്ത് വർദ്ധിച്ചു വരുന്ന കുറ്റകൃത്യങ്ങളുടെ കാര്യത്തിൽ മികച്ച ഇടപെടലുകൾ നടത്താൻ സംസ്ഥാന പോലീസിന് കഴിഞ്ഞിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കേരള പോലീസിലെ സൈബർ ഡിവിഷന്റെയും ഇടുക്കി K9 സ്ക്വാഡ് ആസ്ഥാന മന്ദിരമടക്കമുള്ള അനുബന്ധ സംവിധാനങ്ങളുടെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഏതൊരു പോലീസ് സ്റ്റേഷനിലും പോലീസുകാർ എല്ലാവരും കൂട്ടായി പ്രവർത്തിക്കുമ്പോഴാണ് അതിൻ്റെ മികവ് വർദ്ധിക്കുക. സംസ്ഥാനത്തെ സാധാരണ പോലീസ് സേനയിൽ പുതുതായി വരുന്ന ഒരംഗം മുതൽ സംസ്ഥാന പോലീസ് മേധാവി വരെയുള്ള പോലീസ് സേനയിലെ അംഗങ്ങളാകെ പോലീസ് സേനയുടെ ഭാഗമാണ് എന്ന തിരിച്ചറിവോടെ ആ കൂട്ടായ്മ ശക്തിപ്പെടുത്താനാണ് നാം ശ്രമിക്കേണ്ടത്.
എപ്പോഴും കൂട്ടായ്മയുടെ ഭാഗമായി തന്നെ ഒറ്റക്കൊറ്റക്ക് നിർവഹിക്കേണ്ട ചുമതലകളുണ്ടാകും. ആ വ്യക്തിപരമായ ചുമതലകൾ കൃത്യമായി നല്ല ജാഗ്രതയോടെ നിർവഹിച്ചു പോകാൻ കഴിയേണ്ടതുമാണ്. ഒരു പോലീസ് സേനയിലെ അംഗത്തിൻ്റെ ജാഗ്രത എപ്പോഴും ഉണ്ടാവുക എന്നത് ഏറ്റവും പ്രധാനമാണ്. അത്തരം ജാഗ്രത ചില ഘട്ടങ്ങളിൽ നമ്മുടെ വിവിധ തലങ്ങളിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ പ്രകടിപ്പിച്ചപ്പോൾ വൻപിച്ച നേട്ടം സമൂഹത്തിന് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതും നാം പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്. AR ക്യാമ്പിനുള്ളിൽ സംഘടിപ്പിച്ച പ്രാദേശിക ചടങ്ങിൽ ജില്ലാ കളക്ടർ ഷീബ ജോർജ് നാടമുറിച്ച് മന്ദിരം ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി ജില്ലാ പോലീസ് മേധാവി TK വിഷ്ണു പ്രദീപ് ശിലാഫലം അനാച്ഛാദനം ചെയ്തു. അഡീഷണൽ SP കൃഷ്ണകുമാർ B യോഗത്തിൽ അധ്യക്ഷനായി. ഇടുക്കി ജില്ലാ പോലീസ് മേധാവി വിഷ്ണു പ്രദീപ് TK, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാജീവ് ചന്ദ്രൻ, ത്രിതല പഞ്ചായത്ത് അംഗങ്ങളായ KG സത്യൻ, ഡിറ്റാജ് ജോസഫ്, രാജു ജോസഫ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു. ഇടുക്കി ജില്ലാ പോലീസ് മേധാവി TK വിഷ്ണു പ്രദീപ് സ്വാഗതവും നാർക്കോട്ടിക് DYSP പയസ് ജോർജ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പരിസ്ഥിതി സംരക്ഷണ സമിതി ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വണ്ടിപ്പെരിയാറിൽ ലോക തണ്ണീർ തടാക സംരക്ഷണ ദിനം ആചരിച്ചു. മുസ്ലിം ലീഗ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് KMA ഷുക്കൂർ ഉദ്ഘാടനം ചെയ്തു. പരിസ്ഥിതി സംരക്ഷണം എന്ന് പറയുന്നത് ഖുറാനും ഹദീസും കൊണ്ട് ഉറപ്പിച്ചതാണെന്നും മതവിശ്വാസത്തിന്റെ ഭാഗമാണെന്നും വരുന്ന തലമുറയ്ക്ക് ഭൂമിയെ സംരക്ഷിക്കുന്നത് ഓരോ മുസ്ലിം ലീഗ് പ്രവർത്തകന്റെയും ഓരോ പൗരന്റെയും ബാധ്യതയാണെന്നും മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് KMA ഷുക്കൂർ പറഞ്ഞു. നമ്മുടെ പൊതുക്കെട്ടുകൾ, വേസ്റ്റ് പറഞ്ഞ പൊതുക്കെട്ടുകൾ നമുക്കൂടെ മെയിൻ റോഡിന് സൈഡിലേക്ക് വലിച്ചെറിയാൻ യാതൊരു മടിയുമില്ല. ഒരിക്കലും ഭൂമി ദഹിപ്പിക്കാത്ത സാധനത്തെ പരസ്യമായ റോഡിന്റെ സൈഡിലേക്ക് വലിച്ചെറിയുന്നവരായി നമ്മുടെ സമുദായം പോലും മാറിയിരിക്കുന്ന ഒരു സാഹചര്യത്തിനാണ് പരിസ്ഥിതി പ്രശ്നം ലോകത്തെ ഏറ്റവും അധികം വേട്ടയാടുക. നമ്മളും വന്നത് നമ്മുടെ മുൻഗാമിയിൽ നൽകിയ ഈ മണ്ണിലേക്കാണ്. അപ്പോൾ ആദം നബി മുതൽ ഇങ്ങോട്ടുള്ള മുഴുവൻ മനുഷ്യരാശിക്ക് വേണ്ടി ജഗന്യതാവായ അള്ളാഹു അനുഗ്രഹിച്ചു നൽകിയ ഈ ഭൂമിയെ, ആ ഭൂമിയെ നിലനിർത്തിയതിനെ കുറിച്ചും അതിലെ മലകളെയൊക്കെ കുന്നുകളെയൊക്കെ ആണികളാക്കി ഭൂമിയുടെ നിലനിൽപ്പിന് വേണ്ടി അതിന്റെ സഞ്ചാരോഗ്യത്തിന് വേണ്ടി നിറമായി തെളിവുകൾ നിർത്തിയിട്ടുള്ള, അതായത് ഭൂമിയുടെ നിലനിൽപ്പിനെ കുറിച്ച്, ഈ അണ്ടകടാകത്തിന്റെ നിലനിൽപ്പിനെ കുറിച്ചൊക്കെ പൂർണ്ണമായി ഒരുപക്ഷെ പറഞ്ഞ് ലോകത്തെ ഏറ്റവും ആദ്യത്തെ ശാസ്ത്ര ഗ്രന്ഥം പരിശുദ്ധ ഖുർആനാണ്. വണ്ടിപ്പെരിയാർ മൗണ്ട് റിവേറ റിസോർട്ടിൽ നടന്ന യോഗം ജില്ലാ ചെയർമാൻ TH അബ്ദുൾ സമദ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ കൺവീനർ കരീം സ്വാഗതം ആശംസിച്ചു. മുസ്ലിം ലീഗ് സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി അംഗം SM ഷെരീഫ് മുഖ്യപ്രഭാഷണം നടത്തി. യൂനസ് ഉടുമ്പജോല, PE ജലീൽ, മുഹമ്മദ് മൗലവി, AM സമദ്, ANDR കുഞ്ഞുമോൻ, KPK ഫൈസൽ, മൊയ്തീൻകുട്ടി ഹാജി, ഹക്കിം തോപ്പിൽ, J ഖാദർ, MS അബൂദാഹിർ, KC അൻസാരി, KA സബീർ, KB നസീബ്, നിയാസ് മുഹമ്മദ്, AT കാസിം, KB ബഷീർ, അൻവർ ഹസൻ, അൻസാരി കുമിളി, KS യൂസഫ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ. നാട്ടുകാരുടെ ശ്രമദാനമായി സഞ്ചാരയോഗ്യമല്ലാതെ കിടന്നിരുന്ന തലയനാട് കോളപ്ര റോഡ് കോൺക്രീറ്റ് ഇട്ട് കുഴികൾ അടച്ച് നന്നാക്കി. തലയനാട് ലൂർദ് മാതാ പള്ളി വികാരി ഫാദർ സെബാസ്റ്റ്യൻ തുമ്പമറ്റത്തിൽ ശ്രമദാനം ഉദ്ഘാടനം ചെയ്തു. വർഷങ്ങളായി സഞ്ചാരയോഗ്യമല്ലാതെ കിടന്ന തലയനാട് കോളപ്ര റോഡ് നാട്ടുകാരുടെ ശ്രമദാനമായി കോൺക്രീറ്റ് ഇട്ട് കുഴികളടച്ച് യാത്രായോഗ്യമാക്കി. ആലക്കോട്, കൊടിയത്തൂർ പഞ്ചായത്തുകളും തൊടുപുഴ, ഇടുക്കി നിയോജക മണ്ഡലങ്ങളും അതിർത്തി പങ്കിടുന്ന ഇവിടെ വർഷങ്ങളായി മെയിന്റനൻസ് വർക്കുകളോ റീടാറിങ്ങോ നടത്താത്തത് മൂലം റോഡ് പൂർണ്ണമായും കുണ്ടും കുഴിയും നിറഞ്ഞ അവസ്ഥയിലാണ്. രാത്രികാലങ്ങളിൽ മറ്റും ഇരുചക്ര വാഹനങ്ങളടക്കം അപകടത്തിൽപ്പെടുന്നത് പതിവായതോടെ നാട്ടുകാർ ബന്ധപ്പെട്ട വകുപ്പുകളിൽ വിവരം അറിയിച്ചെങ്കിലും യാതൊരുവിധ നടപടിയും ഉണ്ടായില്ല. ഈ സാഹചര്യത്തിലാണ് നാട്ടുകാരുടെ ശ്രമദാനമായി റോഡ് നന്നാക്കുവാൻ തീരുമാനിച്ചത്. തലയനാട് ലൂർദ് മാതാ പള്ളി വികാരി ഫാദർ സെബാസ്റ്റ്യൻ തുമ്പമറ്റത്തിൽ പ്രവർത്തനത്തിൽ ഭാഗമായി നാട്ടുകാരെ അഭിനന്ദിച്ചു. അധികാരികളുടെ ശ്രദ്ധയിൽ പല പ്രാവശ്യം ഈ കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞതാണ്. പക്ഷേ അത് നിർഭാഗ്യവശാൽ ഈ റോഡ് ശരിയാക്കാനായിട്ട് സാധിച്ചിട്ടില്ല. ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് എന്ന് പറയുന്നെങ്കിലും അത് സമയബന്ധിതമായിട്ട് അവർക്കത് ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളത് ഖേദകരമായ വസ്തുതയാണ്. ഈ അവസരത്തിൽ ഈ പ്രദേശവാസികളുടെ സഹകരണത്തോടു കൂടിയാണ് ഈ വഴി തൽക്കാലമെങ്കിലും ഇവിടുത്തെ കുഴി അടയ്ക്കാനും അതുപോലെ തന്നെ യാത്രാ സൗകര്യം സുഗമമാക്കുവാനും വേണ്ടി ഞങ്ങൾ ചെറിയൊരു ഉദ്യമം നടത്തുന്നത്. ഇതിനുവേണ്ടി
അത്യധ്വാനം ചെയ്ത ശ്രീ ജിമ്മി വെട്ടുകാട്ടിലിനെയും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരെയും അതോടൊപ്പം തന്നെ ഈ പ്രദേശവാസികളെയും അഭിനന്ദിക്കുകയും അവർക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് ഈ റോഡിൻ്റെ അധികാരികളുമായോട് ഞങ്ങൾ പല പ്രാവശ്യം ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ഞങ്ങൾക്ക് യാത്രാ സൗകര്യത്തിന് ആവശ്യമായിട്ടുള്ള വഴികൾ കൃത്യമായിട്ട് നിർവഹിച്ചു തരികയും ചെയ്യണമെന്ന് പല പ്രാവശ്യം ആവശ്യപ്പെട്ടെങ്കിലും അനുകൂലമായിട്ടുള്ള ഒരു സമീപനം ഉണ്ടാകാത്തത് മൂലമാണ് ഇടവക തിരുനാളും കൂടി അടുത്തു വരുന്ന സന്ദർഭത്തിൽ ഇപ്രകാരം ഈ വഴി ഒന്ന് സാധിക്കുന്ന രീതിയിൽ വൃത്തിയാക്കുവാനായിട്ട് ഞങ്ങൾ ഉദ്യമിച്ചത്. ഈ ഉദ്യമം അധികാരികളുടെ ശ്രദ്ധയിലേക്ക് പെടുത്തുന്നു. അവരുടെ ഭാഗത്തു നിന്ന് നല്ലൊരു സമീപനം ഉണ്ടായെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. തൊടുപുഴ ഈസ്റ്റ് ലയൺസ് ക്ലബ് പ്രസിഡന്റ് ജോഷി കുര്യാച്ചൻ, പ്രോഗ്രാം കോർഡിനേറ്റർ ജിമ്മി വെട്ടുകാട്ടിൽ, സാജു കാനാട്ട്, സിബി കൊട്ടാരം, ഡിയോൺ മുണ്ടിയാങ്കൽ എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, മൂലമറ്റം. ഡ്രൈവർമാരെ ജയിലിലടയ്ക്കുന്ന കരിനിയമം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് നിവേദനം സമർപ്പിക്കാനുള്ള ഇടുക്കി ജില്ലാതല ഒപ്പുശേഖരണ പരിപാടി മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിന് സമീപം നടന്നു. മോട്ടോർ ഫെഡറേഷൻ CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് KM ബാബു ഉദ്ഘാടനം ചെയ്തു. ഡ്രൈവർമാരെ ജയിലിലടയ്ക്കുന്ന കരിനിയമം ഭാരതീയ ന്യായ സംഹിത 2023 പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് നിവേദനം സമർപ്പിക്കാനുള്ള ഒപ്പുശേഖരണ പരിപാടിയുടെ ഇടുക്കി ജില്ലാതല ഉദ്ഘാടനം തൊടുപുഴ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിന് സമീപം നടന്നു. KK കബീറിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിന്റെ ഉദ്ഘാടനം മോട്ടോർ ഫെഡറേഷൻ CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് KM ബാബു നിർവഹിച്ചു. 160 പ്രതിപക്ഷ MPമാരെ കാര്യമായ കാരണങ്ങളൊന്നുമില്ലാതെ പാർലമെന്റിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് നിർത്തിയിട്ട് ആ അവസരത്തിലാണ് ഈ നിയമം പാർലമെന്റിൽ അവതരിപ്പിക്കപ്പെട്ടത്. എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷത്തെ ഒന്നോടെ പാർലമെന്റിൽ നിന്ന് ഒഴിവാക്കിയതിന് ശേഷം ഈ നിയമം പാർലമെന്റിൽ യാതൊരു ചർച്ചയും കൂടാതെ അംഗീകരിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. 4 ദിവസം കൊണ്ട് പ്രസിഡന്റിന്റെ ഒപ്പുവാങ്ങി ഈ നിയമം രാജ്യത്ത് നടപ്പിലാകുന്ന സാഹചര്യമുണ്ടായി. എന്ന് പറഞ്ഞാൽ പപ്പടം ചുടുന്നത് പോലെയാണ് ഇന്ത്യൻ പീനൽ കോഡിൽ ഭേദഗതി വരുത്തിക്കൊണ്ട് ഭാരതീയ നിയമസംഹിത എന്ന പേരിൽ ഒരു പുതിയ നിയമം നമ്മുടെ രാജ്യത്ത് കൊണ്ടുവന്നത്. ആ നിയമത്തിൽ എന്താണ് പറയുക? മുമ്പുണ്ടായിരുന്ന ഇന്ത്യൻ പീനൽ കോഡിൽ 304A വകുപ്പ് പ്രകാരം ഒരു വാഹനം ഇടിച്ച് ഒരാൾ മരണപ്പെട്ടാൽ അശ്രദ്ധമായി വാഹനം ഓടിച്ചു എന്നതിൻ്റെ പേരിൽ കേസെടുക്കുകയും കുറ്റക്കാരനെന്ന് തെളിഞ്ഞാൽ 2 വർഷം തടവും 10,000 രൂപ പിഴയും നൽകുന്ന നിയമമായിരുന്നു. എന്നാൽ പുതിയ നിയമസംഹിതയിൽ 106A എന്ന നിലയിൽ വകുപ്പ് കൂട്ടിച്ചേർത്തുകൊണ്ട് അത് വാഹനം ഓടിക്കുന്ന ആൾ എന്നുകൂടി അതിനകത്ത് തിരികെ കയറ്റി അപകടമുണ്ടായാൽ ഉദ്യോഗസ്ഥൻ്റെ അടുത്ത് അല്ലെങ്കിൽ മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് ന്യായാധിപൻ്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്യുന്നില്ല എങ്കിൽ കുറ്റകരമായി വാഹനം ഓടിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ കേസെടുക്കുകയും 10 വർഷം കഠിന തടവും 7 ലക്ഷം രൂപ പിഴയും എന്നുള്ള നിയമം പാസാക്കുകയും ചെയ്തു. KV ജോയ്, EV സന്തോഷ്, ബിബിൻ, PM സുനിൽ, റോയി സെബാസ്റ്റ്യൻ, ബിൻസൺ, മധു VK എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര നയിക്കുന്ന വ്യാപാര സംരക്ഷണ യാത്രയ്ക്ക് ജില്ലയിൽ ആവേശോജ്വല സ്വീകരണം. രാവിലെ അടിമാലിയിലായിരുന്നു ജാഥയുടെ ആദ്യ സ്വീകരണം. സംഘടനാ സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേവസ്യ മേച്ചേരി സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു.
ചെറുകിട വ്യാപാര മേഖല ഗുരുതര പ്രതിസന്ധിയിലാണെന്ന് ആരോപിച്ചും വ്യാപാര മേഖലയെ വൻകിട കമ്പനികളും കോർപ്പറേറ്റുകളും കടന്നുകയറി തകർക്കുകയാണെന്ന് ആരോപിച്ചും മറ്റ് വിവിധങ്ങളായ ആവശ്യങ്ങൾ ഉന്നയിച്ചുമാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സരയുടെ നേതൃത്വത്തിൽ വ്യാപാര സംരക്ഷണ യാത്ര നടക്കുന്നത്. യാത്രയ്ക്ക് ജില്ലയിൽ ആവേശോജ്വല സ്വീകരണമൊരുക്കി. രാവിലെ അടിമാലിയിലായിരുന്നു ജാഥയുടെ ആദ്യ സ്വീകരണം. സംഘടനാ സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേവസ്യ മേച്ചേരി സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഇന്ന് വ്യാപാര മേഖല, ചെറുകിട വ്യാപാര മേഖല നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ നിരവധിയാണ്. കാലാകാലങ്ങളായി വ്യവസ്ഥാപിതമായ മാർഗത്തിലൂടെ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ പഞ്ചായത്ത് മുനിസിപ്പൽ ലൈസൻസ് ആയാലും GST രജിസ്ട്രേഷൻ ആയാലും ലൈസൻസ് ആയാലും ഫുഡ് സേഫ്റ്റിയുടെ രജിസ്ട്രേഷനും ലൈസൻസും എടുത്തുകൊണ്ട് വ്യാപാരം ചെയ്യുന്നവർ, തൊഴിൽ നിയമങ്ങൾ അനുസരിച്ച് വ്യാപാരം ചെയ്യുന്നവർ, അങ്ങനെ എല്ലാ തരത്തിലുമുള്ള നിയമങ്ങൾ അനുസരിച്ച് വ്യാപാരം ചെയ്യുന്ന വ്യാപാരികൾക്ക് ഒരിക്കലും അനുസരിക്കാൻ കഴിയാത്ത, ചിന്തിക്കാൻ കഴിയാത്ത, പ്രാവർത്തികമാക്കാൻ കഴിയാത്ത പുതുപുത്തൻ പരിഷ്കാരങ്ങളാണ് വ്യാപാര ലൈസൻസ് എടുക്കുന്നതിന് വേണ്ടി സംസ്ഥാന ഗവൺമെന്റ് ഇപ്പോൾ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അടിമാലി, ദേവികുളം, രാജാക്കാട്, ഇളംദേശം, തൊടുപുഴ ബ്ലോക്ക് കമ്മിറ്റികളുടെ കീഴിലുള്ള വ്യാപാരികൾ അടിമാലിയിലെ സ്വീകരണത്തിൽ പങ്കെടുത്തു. അടിമാലിക്ക് പുറമെ കട്ടപ്പന, കൊമ്മളി തുടങ്ങിയ മറ്റ് 2 കേന്ദ്രങ്ങളിൽ കൂടി യാത്രയ്ക്ക് സ്വീകരണമൊരുക്കും. യാത്ര ഈ മാസം 13-ന് തിരുവനന്തപുരത്ത് സമാപിക്കും. അടിമാലിയിൽ നടന്ന സ്വീകരണ സമ്മേളനത്തിൽ സംഘടന അടിമാലി യൂണിറ്റ് പ്രസിഡന്റ് PM ബേബി അധ്യക്ഷനായി. ജില്ലാ ട്രഷറർ R രമേശ്, ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പള്ളിൽ, KR വിനോദ്, VS ബിജു തുടങ്ങി സംഘടനയുടെ സംസ്ഥാന ജില്ലാ ഭാരവാഹികളും യുവജന സംഘടന, മറ്റിതര പോഷക സംഘടനാ ഭാരവാഹികളും പങ്കെടുത്തു. ടൗണിൽ ഹിൽഫോർട്ട് ജംഗ്ഷനിൽ നിന്നും പ്രവർത്തകർ ജാഥ ക്യാപ്റ്റനെ സ്വീകരിച്ച് ആനയിച്ചു. സ്വീകരണ റാലിയിലും സമ്മേളനത്തിലും നിരവധി വ്യാപാരികൾ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, അടിമാലി. കുരുമുളക് കൃഷിക്കാരുടെ പ്രതിസന്ധി പരിഹരിക്കാൻ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ അടിയന്തരമായി ഇടപെടണമെന്ന് കർഷക കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് അജയ് കളത്തുകുന്നേൽ. വിദേശ രാജ്യങ്ങളിൽ നിന്നും കുരുമുളക് ഇറക്കുമതി ചെയ്തുകൊണ്ട് ഗുണമേന്മയിൽ മുൻപിൽ നിൽക്കുന്ന കേരളത്തിലെ കുരുമുളകിന്റെ വില ഇടിച്ചുകൊണ്ട് കയറ്റുമതിക്കാർക്ക് ഒത്താശ ചെയ്യുകയാണ് ഇന്ത്യ ഗവൺമെന്റ് ചെയ്യുന്നതെന്നും അവർ ആരോപിച്ചു. കാർഷിക മേഖലയിൽ കുരുമുളക് വിളവെടുപ്പ് സമയമാകുമ്പോൾ കുരുമുളകിന്റെ വില കുത്തനെ ഇടിയുന്നത് നിത്യസംഭവമായി മാറിയിരിക്കുകയാണ്. കുരുമുളകിന് വിലയില്ലാഞ്ഞിട്ടും കർഷകരുടെ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വില ഇടിയുമ്പോൾ കൃഷിക്കാരെ സഹായിക്കുന്നതിനാവശ്യമായ യാതൊരു നടപടിയും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാത്തത് ഖേദകരമാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കർഷകർ കാർഷിക പ്രതിസന്ധിയാൽ ആത്മഹത്യ ചെയ്യുമ്പോഴും ഇതൊന്നും കണ്ടില്ലെന്ന് നടിക്കുന്ന ഒരു ഭരണകൂടമാണ് ഭാരതത്തിലും ഈ സംസ്ഥാനത്തും ഉള്ളതെന്ന് കർഷക കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് അജയ് കളത്തുകുന്നേൽ ആരോപിച്ചു. കുരുമുളക് വിളവെടുപ്പ് സീസൺ ആരംഭിച്ചപ്പോൾ തന്നെ കുരുമുളകിന് വൻ വിലയിടിവാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വ്യാപാരികളുടെ കർഷകരെ ചൂഷണം ചെയ്യുക എന്ന സ്ഥിരം പതിവാണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വിളവെടുക്കുന്ന സീസണിൽ കൃത്യമായി വിലയിടിക്കുക എന്നത് വ്യാപാരി ലോബികളുടെ ഒരു സ്ഥിരം പതിവാണ്. ഇതിനെ തടയിടുവാൻ നരേന്ദ്രമോദിയുടെ സർക്കാരോ പിണറായിയുടെ സർക്കാരോ ഒരു ചെറുവിരൽ പോലും അനക്കുന്നില്ല എന്നുള്ളത് വളരെ വേദനാജനകമാണ്. വിദേശ രാജ്യങ്ങളിൽ നിന്നും കുരുമുളക് ഇറക്കുമതി ചെയ്തുകൊണ്ട് ഗുണമേന്മയിൽ മുൻപിൽ നിൽക്കുന്ന കേരളത്തിലെ കുരുമുളകിന്റെ വില ഇടിച്ചുകൊണ്ട് കയറ്റുമതിക്കാർക്ക് ഒത്താശ ചെയ്യുകയാണ് ഇന്ത്യ ഗവൺമെന്റ്. 600-620 രൂപ വിലയുണ്ടായിരുന്ന കുരുമുളക് വിളവെടുപ്പ് സമയമായപ്പോൾ 540ലേക്ക് കൂപ്പുകുത്തിയിട്ടും സർക്കാർ വിപണിയിൽ ഇടപെടുവാൻ തയ്യാറാകുന്നില്ല. കുരുമുളക് കൃഷിക്കാരുടെ പ്രതിസന്ധി പരിഹരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിയന്തരമായി ഇടപെടണമെന്നും വൈസ് പ്രസിഡന്റ് ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ സമ്മേളനം നടത്തി. തൊടുപുഴ റിവർവ്യൂ ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് അബൂബക്കർ സിദ്ദിഖ് ഉദ്ഘാടനം നിർവഹിച്ചു. ഓട്ടോറിക്ഷയിൽ മീറ്റർ ഘടിപ്പിക്കുന്നതിനായി സർക്കാർ ഫീസിന് പുറമെ അധിക തുക ഈടാക്കുന്നതിനെ ചൊല്ലി ലീഗൽ മെട്രോളജി വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ പ്രതിഷേധം. 2 മണിക്കൂറിനിടെ 7000 രൂപയാണ് ഇത്തരത്തിൽ സർക്കാർ ഫീസിന് പുറമെ പിരിച്ചെടുക്കുന്നത്.
കപ്പ ചക്ക എന്നാണ് പേരെങ്കിലും സംഗതി കളറാണ്. സ്വാദിഷ്ടമായ വിവിധതരം ഭക്ഷണങ്ങളുടെ കലവറയാണ് ഇവിടം. തൊടുപുഴ കാർഡ്സ് വില്ലേജ് സ്ക്വയറിലെ കപ്പ ചക്ക നാടൻ ഭക്ഷണശാലയെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ഇളംദേശം ബ്ലോക്ക് പഞ്ചായത്ത് 2024-25 സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റ് വൈസ് പ്രസിഡന്റ് ജിജി സുരേന്ദ്രൻ അവതരിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടോമി തോമസ് കാവാലം അധ്യക്ഷത വഹിച്ചു. കേരള പോലീസിലെ സൈബർ ഡിവിഷൻ രൂപീകരണത്തോടെ സൈബർ കുറ്റാന്വേഷണ രംഗത്ത് സംസ്ഥാനം പുതിയൊരു കാൽവെപ്പാണ് നടത്തുന്നതെന്നും ഇത് അഭിമാനകരമാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.